അതിശക്തമായ മഴ പെയ്താൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് ജയകുമാറും കുടുംബവും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ് ആണ്. 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5 ഹിന്ദി ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി അമീർ ഖാന്റെ സിത്താരെ സമീൻ പർ. റിലീസ് ചെയ്ത് 12ാം ദിവസം 200 കോടി കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്. കളക്ഷനിൽ സൽമാൻ ഖാന്റെ സിക്കന്ദറിനെ മറികടന്നു. ജൂൺ 20-നായിരുന്നു സിത്താരെ സമീൻ പർ തിയേറ്ററിലെത്തിയത്. സെൻസറിംഗുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ചിത്രം നേരിട്ടിരുന്നു. സെൻസർ ബോർഡ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അമീർ ഖാൻ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ തയ്യാറാകാതിരുന്നത് മൂലം സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ കാലതാമസം നേരിട്ടിരുന്നു. മണിരത്നം സംവിധാനം ചെയ്ത ഗാങ്സ്റ്റർ ചിത്രം തഗ് ലൈഫ് OTT-യിലേക്ക്. നെറ്റ്ഫ്ലിക്സിലാണ് ചിത്രം പ്രദർശനത്തിലെത്തുക. കമൽഹാസൻ, സിലംബരസൻ, തൃഷ, ജോജു ജോർജ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ചിത്രം ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു. തിയേറ്ററുകളിൽ വിചാരിച്ച വിജയം നേടാൻ തഗ് ലൈഫിന് കഴിഞ്ഞിരുന്നില്ല. OTT റിലീസോടെ കൂടുതൽ പ്രേക്ഷകർ ചിത്രം ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭീഷ്മപർവം സിനിമയിലൂടെ ശ്രദ്ധേയനായ ദേവദത്ത് ഷാജി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ധീരൻ ജൂലൈ 4-ന് തിയേറ്ററുകളിലെത്തും. ചിയേഴ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ലക്ഷ്മി വാര്യരും ഗണേഷ് മേനോനും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജേഷ് മാധവൻ, ജഗദീഷ്, സുധീഷ്, മനോജ് KJN, അശോകൻ, ശബരീഷ് വർമ്മ, വിനീത് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. സംശയം എന്ന ചിത്രം OTT-യിലേക്ക്. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ, ലിജോ മോൾ, പ്രിയംവദ കൃഷ്ണൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. രാജേഷ് രവിയാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. മനോരമ മാക്സിലൂടെയാണ് ചിത്രം എത്തുക. OTT റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. മെയ് 16-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തിയത്. നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പേര് പുറത്തുവിട്ടു. സർവം മായ എന്നാണ് പേര്. പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിന് ശേഷം അഖിൽ സത്യൻ നിർമ്മിക്കുന്ന ചിത്രമാണിത്. നെറ്റിയിൽ ഭസ്മം തൊട്ടുള്ള നിവിന്റെ പാതി മറഞ്ഞ ചിത്രം പോസ്റ്ററിൽ കാണാം. ക്രിസ്മസിനാണ് റിലീസ്. ഫയർഫ്ലൈ ഫിലിംസിന്റെ ബാനറിൽ അജയ് കുമാറും രാജീവ് മേനോനും ചേർന്നാണ് നിർമ്മാണം. ഋത്തിക് റോഷന്റെ പുതിയ ചിത്രം വാർ 2-ന്റെ തെലുങ്ക് വിതരണാവകാശം വിറ്റുപോയത് 80 കോടി രൂപയ്ക്ക്. തെലുങ്കിലെ പ്രമുഖ നിർമ്മാതാക്കളായ സിത്താര എന്റർടൈൻമെന്റ്സ് ആണ് തെലുങ്ക് അവകാശം സ്വന്തമാക്കിയത്. അയൻ മുഖർജി ഒരുക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രത്തിൽ തെലുങ്ക് സൂപ്പർ താരം ജൂനിയർ NTRും പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. ബോളിവുഡ് ചിത്രമായ തൻവി ദ ഗ്രേറ്റിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. പ്രമുഖ ഹിന്ദി നടനും അനൂപ് ഖേർ 20 വർഷത്തിനു ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തൻവി ദ ഗ്രേറ്റ്. നവാഗതനായ ശുഭാംഗി ദത്താണ് പ്രധാന കഥാപാത്രം. മറ്റു വാർത്തകൾ നോക്കാം. വനത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമമാണ് ഇടുക്കി ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ വേളൂർ. വനത്തിനുള്ളിലൂടെ 4 കിലോമീറ്റർ ഓഫ് റോഡിലൂടെ കാനന ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്താൽ വേളൂരിലെത്താം. എന്നാൽ ഈ ഗ്രാമം ഇന്ന് മാലിന്യം കാർന്നു തിന്നുകയാണ്. ദുരിത ജീവിതം നയിച്ച കുറെ മനുഷ്യരും ഇന്ന് ഗ്രാമത്തിലുണ്ട്. ഇതാണ് വർഷങ്ങളായി വേളൂർ ഗ്രാമത്തിന്റെ അവസ്ഥ. ശുദ്ധജലമൊഴുകിയിരുന്ന ചെറു തോടുകളിൽ മലിനജലം നിറഞ്ഞിരിക്കുന്നു. 4 ഫാമുകളാണ് വേളൂർ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത്. ഫാമിന്റെ മറവിൽ കൊച്ചിയിലെ വൻകിട ഹോട്ടലുകളിൽ നിന്നുൾപ്പെടെ മാലിന്യമെത്തിച്ച് ഈ കുഴികളിൽ നിറയ്ക്കുന്നു. ശക്തമായ മഴയിൽ കുഴികൾ നിറഞ്ഞ ഈ മാലിന്യമത്രയും തോടുകളിലേക്ക് ഒഴുകിയെത്തുകയാണ്. സമീപത്തെ പന്നി ഫാമിൽ നിന്ന് മലിനജലം നേരിട്ട് തോട്ടിലേക്ക് ഒഴുക്കുന്നു. ഈ തോടുകൾ ചെന്നു ചേരുന്നത് വേളൂർ നദിയിലേക്കും. പ്രദേശമാകെ അസഹനീയമായ ദുർഗന്ധവും.